അപ്പോൾ മച്ചാവരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വാൾ മൗണ്ട് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്നതാണ്. ഇവിടെയാണ് നമ്മൾക്ക് വാൾ മൗണ്ട് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബാത്റൂമിൻ്റെയൊക്കെ വീഡിയോ തന്നെ നമ്മൾ നേരത്തെ പ്ലംബിങ് ചെയ്ത സമയത്തെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ലെജർ വള കെട്ടിയ സമയത്ത്. അപ്പോൾ കുറേ പേര് പറഞ്ഞ് നമ്മളിതേപോലെ ഈ 4 ഇഞ്ചിൻ്റെ ക്ലോസറ്റിൻ്റെ അടുത്ത് ഈ ട്രാപ്പ് വരുമ്പോൾ നമുക്ക് ക്ലോസറ്റ് ഇരിക്കുമ്പോൾ കാല് തട്ടും, നമ്മൾ ചെയ്തത് മണ്ടത്തരമാണെന്നൊക്കെയാണ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ വരുമ്പോൾ നമുക്ക് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെറ്റ് ഏരിയയിൽ ഇതേപോലെ ലീനിയർ ജാറ്റിങ്സ് ആണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ വേണം നമ്മൾ മൾട്ടി ഫ്ലോർ ട്രാപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ക്ലോസറ്റ് വെച്ച് നോക്കാം, ഇതിൽ കാല് തട്ടു ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാം. അത് നമ്മൾ ക്ലോസറ്റ് വയ്ക്കാൻ വേണ്ടി ഇവിടെ നല്ല കട്ടിയുള്ള ബൈൻഡൊക്കെ എടുത്ത് ഇടണം. അതുപോലെ തന്നെ നമ്മൾ ഈ കറുത്ത ബുഷൊക്കെ ഇളക്കി മാറ്റിയിട്ട് ഇവിടെയെല്ലാം നല്ല വൈറ്റ് സിമെൻ്റ് എല്ലാം വച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7 ഇഞ്ചാണ് വന്നിട്ടുള്ളത് സെൻറ്റർ ടു സെൻറ്റർ. അതുപോലെ തറയിൽ നിന്ന് നമുക്ക് കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ട്, 20 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്ലോസറ്റ് ഫിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കാം. അപ്പോൾ മച്ചമാനെ, ഇതാണ് നമ്മുടെ ക്ലോസറ്റ്, ജാഗോർ കമ്പനിയുടെ ക്ലോസറ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബുഷൊക്കെ വെച്ചൊന്ന് അളവെടുക്കാം. നമ്മൾ ഷാമ്പു ആണ് ഇവിടെ തേക്കുന്നത്. ഷാമ്പു ഒക്കെ നമ്മൾ ഈ സെറാമിക്കിലൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം ഈ വാഷറിലും തേച്ച് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് എടുക്കാം നമുക്ക്. ഈ ക്ലോസറ്റ് വരുമ്പോൾ അലങ്കി ടൈപ്പ് ക്ലോസറ്റാണ്. ഷാമ്പു ഇതിലും തേച്ച് കൊടുക്കണം, ഇവിടുത്തെ വാഷറിലും ഈ 1.25 ഇഞ്ചിലും എല്ലാം ഷാമ്പു തേക്കണം. നമ്മൾ ഈ ഷാമ്പു തേച്ചതിന് ശേഷം ഈ 1.25 ഇഞ്ച് പൈപ്പ് ഇപ്പം നമ്മൾ ക്ലോസറ്റിൻ്റെ ഈ ഭാഗത്ത് കയറ്റിയാണ്. ഇപ്പം ഇത്രയും ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട്, ഈ ഒരു അളവിന് ഫുള്ള് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബ്ലൈഡ് എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ കോണോട് കോണ് പിടിച്ചിട്ട് കറക്റ്റ് ഈ ബ്ലൈഡിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിവിടെ ക്ലോസറ്റിൻ്റെ കയറ്റം കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് മാർക്കർ ഇട്ട് വരച്ച് കാണിച്ചു തരാം. ഇത്ര ഭാഗമാണ് ക്ലോസറ്റ് കയറുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ ഫസ്റ്റ് ടാങ്കിലേക്ക് എത്ര കയറുന്നു നോക്കാം. അതും കയറിയിട്ടുണ്ട്. ഇത് ഒരു ബ്ലൈഡ് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ മാർക്കറിട്ട് മാർക്ക് ചെയ്യുക. ഇത്ര ഭാഗമാണ് ഫസ്റ്റ് ടാങ്കിലേക്ക് കയറുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാങ്കിൽ കയറിയ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു അളവ് ഇങ്ങനെ ബ്ലൈഡിൽ അളവെടുത്തിട്ട് നമുക്ക് ഈ ക്ലോസറ്റിൽ കയറിയ ഭാഗം ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഈ അളവ് കൂട്ടിയാൽ മാത്രം മതി. ഇത് ഇത്ര ഭാഗമാണ് ക്ലോസറ്റിൽ കയറിയത്. ഇപ്പോൾ ഫസ്റ്റ് ടാങ്കിൽ കയറിയ ഭാഗം എൻ്റെ ഇത്ര അളവുണ്ട്. അപ്പോൾ ഈ ഒരു അളവാണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. അപ്പോൾ ഇതിനൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള പ്ലാസ്റ്റിക് എല്ലാം മാറ്റി നല്ല ക്ലിയർ ആക്കി എടുക്കാം. ഇതിലൊക്കെ വലിയ ഇതേപോലെ കരട് കയറിയിരുന്നാൽ പിന്നെ ലീക്കാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇത് നമുക്ക് നേരെ നമ്മൾ ഫസ്റ്റ് ടാങ്കിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത അളവ് ഇവിടെ കറക്റ്റായി നിൽക്കുകയാണ്. ഇനി ക്ലോസറ്റ് കയറുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി അടുത്ത് ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഈ 3 ഇഞ്ചിൻ്റെ ബുഷ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്ര ഭാഗം വരെ കയറിയിട്ടുണ്ട്. ഇവിടെയാണ് ഇതിനിപ്പോൾ മാർക്ക് ചെയ്താലും കാണാൻ പറ്റില്ല, കറുത്ത പൈപ്പായതുകൊണ്ട്. ഈ ഒരു ഭാഗം ഇത്രയാണ് നമ്മൾ ക്ലോസറ്റ് കയറിയത്. നമുക്ക് ഡ്രെയിനേജിൻ്റെ ഔട്ടിൽ 3 ഇഞ്ച് ബുഷിൽ കയറ്റി കൊടുക്കാം. അത് കറക്റ്റ് ടൈൽസിൻ്റെ ഇതേ സെയിം മെത്തേഡ് തന്നെ എന്നിട്ട് മട്ടം വെച്ചൊന്ന് നമ്മൾ ബ്ലൈഡിൽ മാർക്ക് ചെയ്ത് ഇത്ര ഭാഗം നമ്മൾ ആ ബുഷിൽ കയറും. ഈ ഒരളവ് നേരത്തെ എടുത്താൽ ഈ ഒരു അളവ് പിടിച്ചതിന് ശേഷം നമ്മൾ ക്ലോസറ്റ് കയറിയ അളവ് അതിന് കൂട്ടിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇത്ര അളവാണ് വരുന്നത്. അത് നമ്മൾ
അതുപോലെ ഇതിനെ ഒന്ന് ബ്ലേഡൊക്കെ വെച്ച് ക്ലിയർ ആക്കി കൊടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ബുഷിൽ കയറ്റാം. കയറിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അലേങ്കിയാണ്. ഈ അലേങ്കിനെ നമുക്കിനി ക്ലോസറ്റിൽ ടൈറ്റ് ചെയ്യണം. ഇത് ഓരോന്നിൻ്റെ കൂടെ ഓരോ അലേങ്കിയാണ് വരുന്നത്. ഇതേപോലെ നീളത്തിനുള്ള നമുക്കിവിടെ 4 ക്ലോസറ്റ് ഉള്ളതുകൊണ്ട് വേറൊരു ക്ലോസറ്റ് അലേങ്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ മതി. കറക്റ്റ് നോബ് ഇങ്ങനെ ഇളകി വരും. നമുക്കിപ്പോൾ ക്ലോസറ്റിൽ ഇത് ഡയറക്റ്റ് കയറ്റുന്ന മുമ്പേ നമുക്ക് ആദ്യം റാഡിൽ കയറ്റി നോക്കണം. ഇത് ഇങ്ങനെ ലോക്കാണ്. ഇതിനകത്തൊരു വെള്ള കളർ ബുഷുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്കിതിപ്പോൾ ടൈറ്റാണല്ലേ നോക്കണം. വേറെ കുഴപ്പമില്ല, ലൂസായി ആണ് ഇരിക്കുന്നത്. ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് ക്ലോസറ്റ് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈ ഒരു വെള്ള കുടയുണ്ടല്ലോ, ഈ കുടയ്ക്കകത്താണ് നമ്മൾ ഈ സീറ്റ് ഉണ്ട്. അതിൽ കൂടെ ഈ അലങ്കി ഇടുമ്പോൾ നമുക്ക് ഇത് അലങ്കി മാറാതിരിക്കാനാണ് ഈ വെള്ള കളർ വെച്ചിട്ടുള്ളത്. ഈ കുട കറക്റ്റ് ആ പോയിന്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് അകത്തൂടെ തന്നെ കൈയിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിത് ഇട്ടിട്ടുണ്ട്. നമ്മൾ അലങ്കി കറക്റ്റായിട്ട് ആ വെള്ളയിൽ തന്നെ പിടിച്ചിടണം. വെള്ളയിലിട്ടിട്ട് അലങ്കി കറക്കാൻ പാടില്ല. കറക്കാതെ വീണ്ടും ലോക്കാവും. ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു ടേൺ മാത്രം കൊടുത്താൽ മതി. ഓക്കെ ആയിട്ടുണ്ട് ഈ സൈഡ്. ഇനി ഇതേ മെത്തേഡ് തന്നെ ഇപ്പുറത്തും. ഇതിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ചിട്ട് കറക്റ്റ് അല്ലെങ്കിൽ ആ വെള്ള കുടയ്ക്കകത്ത് നിൽക്കണം. അങ്ങനെ തിരിക്കാനൊന്നും പാടില്ല. ഇങ്ങനെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം അല്ലെങ്കിൽ സെറ്റും എല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ഇതിൽ പിടിപ്പിക്കേണ്ടതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ടെയിലും സെറാമിക്കാണ്, ക്ലോത്തിലും സെറാമിക്കാണ്. ഇപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുമ്പോൾ എണീക്കുമ്പോൾ ഇതും നമ്മൾ ഈ ഭാഗം ക്ലോസറ്റ് വരയുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, ഇങ്ങനെ ചെറിയൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ ക്ലയൻറ്റിന് ഒരു പേടിയാണ്. കാരണം അവർ വിചാരിക്കും ഇത് ഫുള്ള് ടൈറ്റ് ആയിട്ടില്ലെന്നും. അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്ന ഇതേപോലെ ക്ലോസറ്റിലെല്ലാം ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ. ഇത് 1 ഇഞ്ച് വീതിയുള്ള ഡബിൾ സൈഡ് ടേപ്പാണ്. ഇതേപോലത്തെ ടേപ്പ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിങ് വാഷർ പോലെ ഒരു പാക്കിങ് നമുക്ക് കിട്ടും. ഇതിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇരിക്കുമ്പോൾ ഒന്നും നമുക്ക് ആ ഒരു സൗണ്ട് ഫീൽ ചെയ്യത്തില്ല. ഇതിലുള്ളതുകൊണ്ട് കറക്റ്റ് അങ്ങ് ചേർന്നെങ്കിൽ ഇരുന്നോളും. അല്പം വല്ല വെളിയിലുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കട്ട് ചെയ്യേണ്ട കേസേ ഉള്ളൂ. ഈ കാണുമ്പോൾ എല്ലാം ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോസറ്റ് കയറ്റാം. കറക്റ്റായി ഇപ്പോൾ കയറിയിട്ടുണ്ട്. നമുക്കിനി ഇതേപോലെ സ്പിരിറ്റ് ലെവലും വെച്ച് നമ്മൾ അലങ്കിനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇത് നല്ല ടൈറ്റ് ആകുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ഇപ്പോൾ ലോക്കായിട്ടുണ്ട്.
ലോക്കായിട്ടുണ്ട്. നമുക്ക് അല്ലെങ്കിൽ കേൾക്കാൻ മാറ്റാം. ഇപ്പം കറക്റ്റ് സ്പിരിറ്റിൽ ഒരു കറക്റ്റ് മട്ടമാണ്. നമുക്കൊന്ന് ഇതിന് ചെക്ക് ചെയ്യാം. ഇരുന്നിട്ടുണ്ട്, കാലെല്ലാം പൊക്കി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഷേക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് സീറ്റ് കവറൊക്കെ വെച്ച് ഒന്ന് വെള്ളം ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം ക്ലോസറ്റിന് വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് നമ്മൾ ടാപ്പ് ഒട്ടിച്ചോടെ നല്ല കറക്റ്റ് ഫിറ്റിങ്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ ഈ ട്രാപ്പിൻ്റെ കേസ് കണ്ട, ഈ ട്രാപ്പ് എവിടെ നിൽക്കുന്ന, ക്ലോസറ്റ് എവിടെ നിൽക്കുന്നത് കണ്ട, ഒന്ന് കാണിച്ചു തരാം. കണ്ട, നമ്മൾ കാല് ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നത്, ട്രാപ്പ് എല്ലാം കറക്റ്റ് ബാക്കിലാണ്. നമ്മൾ ഇതുമായിട്ട് ഇങ്ങനെ എന്തായാലും ഒരിക്കലും ഇങ്ങനെ ഇരിക്കില്ല, നമ്മൾ ഈ ഒരു ഷേപ്പിലേ ഇരിക്കും, ഒരു തടസ്സം പോലും ഇല്ല. അപ്പോൾ ഇത് കമൻറ്റ് ഇടുന്നവർക്ക് എന്തും കമൻറ്റ് ഇടാം. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മളിതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇത് വെള്ളം സീറ്റ് കവറൊക്കെ ഫിറ്റ് ചെയ്ത് വെള്ളം ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ക്ലോസറ്റ് ഫ്ലഷ് ചെയ്ത് വേറെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സൈഡിൽ സിലിക്കോൺ ഒന്ന് അടിച്ചു കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റാണ് വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ട്രാപ്പ് ഇരിക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യല്ലേ. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ പ്ലംബിങ്ങിൻ്റെ തറയിലുള്ള വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഭാഗമില്ലേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള, ഇവിടെയാണ് നമുക്ക് ക്ലോസറ്റ് വരുന്നത്. അത് വാൾ മൗണ്ട് ക്ലോസറ്റ് ആണ്. നമ്മളിവിടെ ഒരു 80 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്, ഈ കാണും പോലെ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററാണ് നമ്മൾ ക്ലോസറ്റിൻ്റെ ലൈനിന് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഷോർട്ട് ബെൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്, 4 ഇഞ്ചിൻ്റെ. അത് നേരെ സ്ട്രൈറ്റ് ആണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ലെഡ്ജർ വാൾ കിട്ടും. ആ ലെഡ്ജർ വാളിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ കാണുമ്പോൾ ട്രാപ്പ് വെച്ചിട്ടുള്ളത്.